ഇതൊരു ഫോൾസ് എലിഗേഷൻ ആണ്. സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്. മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നല്ല. ഇവിടെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അപ്പോൾ ഇതേപോലെ ഈ ഫോൾസ് എലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ. ആർക്കെതിരെ വേണമെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കണം. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല. ഇനിയും മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും, ഞാനിവിടെ ഉണ്ടാവും. പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ. അപ്പൊ നിങ്ങളും ഇതിനൊരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്തൊരു റിക്വസ്റ്റ് ആണ്. പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പോരാടാൻ തീരുമാനിച്ചിരുന്നു. ഇതാണ് നിലപാട്, ഇതാണ് കോൺഫിഡൻസ്. നമ്മൾ പറയില്ല ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാന്ന്, അതന്നെയാണ് സംഭവം. ബാക്കി ചിലരുണ്ട് ഓരോ അലിഗേഷൻസ് വരുമ്പോഴേക്കും വീട്ടിന്റെ ഉള്ളിൽ കയറി ഒളിഞ്ഞിരിക്കല്, പത്രപ്രവർത്തകരെ കാണാൻ പേടി. ചിലരാണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുമ്പോൾ മാത്രമേ ഇന്ന കാര്യം ചോദിക്കാൻ പാടുള്ളൂ. ഇത് വന്നു കണ്ടു, പറയേണ്ട കാര്യം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ഇനിയും വന്ന മീഡിയാസിനെ കാണാൻ ഒരു കുഴപ്പമില്ല എന്ന്. സോ ആൾ അവസാനം പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഞാൻ ലീഗലി മൂവ് ചെയ്യാൻ കാരണം ഇനി ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ ആർക്കെതിരെയും വരാതിരിക്കട്ടെ. സോ നമുക്കൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന സാധനം പുറത്ത് വന്നാൽ മാത്രമേ ആരൊക്കെ ഉണ്ട് ആരൊക്കില്ല എന്നൊക്കെ പറയാൻ പറ്റൂ. അല്ലാതെ സോഷ്യൽ മീഡിയയും കൂടി ഉണ്ട്. ഇവൻ കൾപ്രിറ്റ് പറഞ്ഞിട്ട് സീലടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. സോ ഇതേപോലെ ഒരു അലിഗേഷൻ ഒരു പെണ്ണിനെതിരെ പറഞ്ഞാൽ നിങ്ങൾ ഇതൊരു ന്യൂസ് ആക്കും, ഒരു ചർച്ചയാക്കും? ഇല്ല. സോ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആൺകുട്ടികളെ മര്യാദയ്ക്ക് വളർത്തണം, ആൺകുട്ടികളെ പഠിപ്പിച്ച് വളർത്തണം, റെസ്പെക്ട് ചെയ്യാൻ സ്ത്രീകളെ എന്നൊക്കെ. ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന വേറൊരു സെനാരിയോ കൂടി ഉണ്ട്. ഒരു ആൺകുട്ടിക്കെതിരെ ഒരു പെൺകുട്ടിയുടെ ഫോൾസ് അലിഗേഷൻ നടത്തുന്ന സമയത്ത് അവന് പിന്നെ ആ സൊസൈറ്റിയിൽ തലയുയർത്തി നടക്കാൻ പറ്റില്ല. അതിന്റെ കരിയർ അതോടുകൂടി ഇല്ലാതാവാണ്. ഇതിനാർക്കും ജെൻഡർ ഈക്വാലിറ്റിയും ഇതിനെതിരെ സംസാരിക്കാനൊന്നും ആർക്കും ഒരു സമയമില്ല. സോ ഇതും നോക്കിക്കോ, അർജുൻ അതേപോലെ വയനാട് മുല്ലപ്പെരിയാർ ഇഷ്യൂ പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ആയുസ് 1 മാസം തന്നെ ഉണ്ടാവുള്ളൂ. അവർക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ അവർ നിശബ്ദരായിരിക്കും. അവരുടെ എതിരാളികൾക്ക് നേരെ എന്തെങ്കിലും വരുമ്പോൾ അവർ പുറത്തേക്ക് വരും. അപ്പൊ അവർ സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വരും, പിന്നെ ചാനലുകൾ വഴിയൊക്കെ അവർ പുറത്തു വന്ന് സംസാരിക്കും. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു ആരോപണം, അതിൽ വ്യക്തമായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ പേര് അയാൾ പറയുന്നുണ്ട്. അവർ WCC ലുള്ള ഒരാളാണ്, പക്ഷെ WCC ഒന്നുമില്ല. ഇത് എതിർപക്ഷത്തുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഇവരുടെ നിലപാട് ഇങ്ങനെ ആയിരിക്കും. പറഞ്ഞില്ലേ, കണ്ടില്ലേ, സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ അവർ ആഘോഷിക്കുമായിരുന്നു. അലൻസിയർ വളരെ മോശമായിട്ട് പലയിടങ്ങളിലും സ്ത്രീകളെ പരസ്യമായി അപമാനിക്കുന്ന രീതിയിൽ പല വാക്കുകളും പറഞ്ഞു. അവരാരും അതിന്റെ പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചില്ല. ഇതെല്ലാം അവരുടെ ഭാഗത്തും ഇത്തരത്തിലുള്ള ഈ ഉന്നതർ എന്ന് പറയുന്നല്ലോ, പ്രമുഖർ, ഈ പ്രമുഖരിൽ അവരുമുണ്ട്. പ്രമുഖരിൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേ WCC പറഞ്ഞല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരണ്ട എന്ന് കുറെ കാലം പറഞ്ഞല്ലോ, അല്ലേ? രേവതി പറഞ്ഞല്ലോ വന്നാലും പേര് വിവരങ്ങൾ പുറത്തു വരണ്ട എന്ന് പറഞ്ഞു. ഇനി പേര് വിവരങ്ങൾ പുറത്തു വന്നാലും നിയമ നടപടികൾ വേണ്ട എന്നും അവർ പറഞ്ഞു. പാർവതി തിരുവോത്ത് പോലും തന്നെ തനിക്കെതിരെ മോശമായി പറഞ്ഞവരുടെ പേരുകൾ ഇതുവരെ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ 100% കറക്റ്റ് ആണ്. ഇപ്പൊ രേവതിയുടെ ഇഷ്യൂവിനെ നമ്മൾ എടുത്തു നോക്കിയാൽ രേവതി പറഞ്ഞു എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടില്ല, ഫുൾ സ്റ്റോപ്പ്. പിന്നെ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഇല്ല. റിമാക്ക് അല്ലെങ്കിൽ ഡ്രഗ്സ് പാർട്ടി നടത്തി പറഞ്ഞിട്ട് ഒരു അലിഗേഷൻ വന്നിട്ടായിരുന്നു. എന്തുകൊണ്ട് WCC പറയില്ല നിങ്ങൾ മാറി നിൽക്കൂ, ഇതിനെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ, എന്നിട്ട് സത്യം പുറത്തു വരട്ടെ എന്ന് അവർ പറയില്ല. അലൻസിയറിനെതിരെ അലിഗേഷൻസിന്റെ മേളമാണ്, എന്നിട്ട് ഇവർ അതിനെ പറ്റിയിട്ട് അക്ഷരം മിണ്ടുന്നില്ല. കാരണം ഇവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളവർ എന്ത് വേണമെങ്കിൽ ചെയ്യാം, അല്ലാത്തവർ തുമ്മിയ അവരെ കുറ്റം. നമ്മുടെ ഇരട്ട ചങ്കത്തിയാണ്, തീയിൽ കുരുത്തവളാണ് എന്നൊക്കെ പാർവതി തിരുവോത്തിന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. പാർവതി വരെ ആൾക്കുണ്ടായ മോശം അനുഭവം ആരുടെയെന്നാ ഉണ്ടായത്, ആളുടെ പേരെടുത്ത് പറയുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ രേവതി തന്നെ മുമ്പ് പറഞ്ഞതാണ് ഈ റിപ്പോർട്ട് പുറത്ത് വരണ്ട, വന്നാൽ പോലും അവരെ ശിക്ഷിക്കണ്ട. പിന്നെ ഇപ്പൊ ഈ WCCക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങനെ കൊള്ളാൻ എന്താ കാരണം എനിക്ക് മനസ്സിലാവില്ല. എന്തുകൊണ്ട് അവർ മുമ്പ് ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ഇതിനൊക്കെ ഒരു കാലാവധി പറയുന്ന സാധനമുണ്ട്. ജസ്റ്റ് ലൈക്ക് അർജുൻ, വയനാട്, മുല്ലപ്പെരിയാർ, ഇത് 1 മാസം കൊണ്ട് പോകും. ഇപ്പൊ കൊൽക്കത്ത റേപ്പ് കേസ് ഉണ്ടായി, എന്താ നമ്മൾ ചെയ്തു? കുറെ സ്റ്റോറി ഇട്ടു, കുറെ സ്റ്റേറ്റസ് ഇട്ടു, കുറെ പോസ്റ്റ് ഇട്ടു, വല്ല മാറ്റം ഉണ്ടായോ? ഇനി വീണ്ടും ഇതുപോലെ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ നമ്മൾ കുറെ സ്റ്റോറി സ്റ്റേറ്റസ് ഇടുന്നല്ലാതെ ഇവിടെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ പറയുന്ന സാധനം ഉണ്ടാകുമ്പോഴില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇനീഷ്യലി ഓരോരുത്തർ പേര് വെക്കും, അയ്യോ ഇയാൾ ഉണ്ടോ എന്നൊക്കെ വിചാരിക്കും. ഡേ ബൈ ഡേ ഇത് കേട്ട് നമുക്ക് മടുക്കും. ഫസ്റ്റ് എങ്ങനെയായിരുന്നു കോവിഡ് ഉണ്ടായ സമയത്ത് 6 മണിയാകുമ്പോൾ എല്ലാവരും വന്ന് ന്യൂസ് കാണും, അയ്യോ ഇത്ര പേർക്ക് ഇത് പറ്റി അത് പറ്റിയെന്ന്. പിന്നെ വന്നിട്ട് നമ്മൾ ഫുട്ബോൾ കളിയുടെ സ്കോർ കാണുന്ന പോലെയാണ് അത് കണ്ടിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിന് 1 മാസമൊക്കെ തന്നെ ആയുസ് ഉണ്ടാവുള്ളൂ. ഇതിന് ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ടാവാതെ ഇതും എൻഡ് ചെയ്യാൻ തന്നെയാണ് പോകുന്നത്.